MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ നാട്ടുകാരോട് നന്ദി അറിയിക്കാൻ ടോണി ചമ്മണി നായരമ്പലം പഞ്ചായത്തിലെത്തി. മണ്ഡലത്തിന്റെ വികസനത്തിനായി ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. This news brought to you by Kalpaga Weddings, North Parvur. ജനങ്ങളോട് നന്ദി അറിയിക്കുന്ന പര്യടനത്തിന്റെ ഭാഗമായി നിയുക്ത MLA ടോണി ചമ്മണി നായരമ്പലം പഞ്ചായത്തിൽ സന്ദർശിച്ച് ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ നാട്ടുകാർ അദ്ദേഹത്തിന് ആവേശകരമായ സ്വീകരണമാണ് ഒരുക്കിയത്. ഷാൾ അണിയിച്ചും പുഷ്പഹാരങ്ങൾ അണിയിച്ചും നാട്ടുകാർ നിയുക്ത MLAയെ സ്വീകരിച്ചു. ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്തിയ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തനിക്കു നൽകിയ പിന്തുണയ്ക്ക് കടപ്പെട്ടിരിക്കുന്നുവെന്നും ജനങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാകും ഇനി മുന്നോട്ട് കൊണ്ടുപോകുകയെന്നും പറഞ്ഞു. പെരുമ്പിള്ളിയിൽ MLA ഓഫീസ് ആരംഭിക്കുമെന്നും ജനങ്ങൾക്ക് എളുപ്പത്തിൽ സമീപിക്കാവുന്ന രീതിയിൽ പ്രവർത്തനം ക്രമീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വൈപ്പിൻ മേഖലയിലെ പ്രധാന വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും നിയുക്ത MLA വ്യക്തമാക്കി. പ്രദേശം ദീർഘകാലമായി നേരിടുന്ന കുടിവെള്ളക്ഷാമം, മഴക്കാലത്തെ വെള്ളക്കെട്ട്, തീരദേശ മേഖലയെ ബാധിക്കുന്ന കടൽക്ഷോഭം തുടങ്ങിയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിച്ച് ഘട്ടം ഘട്ടമായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകി അടിയന്തര ഇടപെടലുകൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പര്യടനത്തിനിടയിൽ നിരവധി പ്രദേശങ്ങളിൽ ജനങ്ങളുമായി സംവദിച്ച നിയുക്ത MLA പ്രദേശത്തിന്റെ വികസന ആവശ്യങ്ങൾ നേരിട്ട് കേൾക്കുകയും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നാടിന്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, നായരമ്പലം. വൈപ്പിനിലൊരു സ്ഥാനാർത്ഥിയായി ഞാൻ കടന്നു വന്നപ്പോൾ 8 പഞ്ചായത്തുകളിലാണ് സ്ഥാനാർത്ഥി പര്യടനം ഞാൻ പൂർത്തിയാക്കിയത്. എല്ലാ പ്രദേശങ്ങളിലും പ്രാദേശികമായ വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ പൊതുവായി വൈപ്പിനിൽ ഞാൻ കണ്ട ഒരു കാര്യം, രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്നു പല പഞ്ചായത്തിലും. തീരദേശ പ്രദേശങ്ങളിൽ കടലുകയറ്റത്തിൻ്റെ പ്രശ്നമുണ്ട്, കിഴക്കൻ പ്രദേശങ്ങളിൽ ഓരുവെള്ളം കയറുന്ന പ്രശ്നമുണ്ട്, യാത്രാക്ലേശമുണ്ട്, ഒറ്റ റോഡ് മാത്രമാണുള്ളത്. ഇവയെല്ലാമാണ് വൈപ്പിൻ്റെ പൊതുവായി വൈപ്പിൻകാർ നേരിടുന്ന പ്രശ്നം. എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കാൻ, വേഗതയിൽ പരിഹരിക്കുക എന്നത് അസാധ്യമാണെങ്കിൽ പോലും മുൻഗണന നൽകി വേണം വൈപ്പിലെ പ്രശ്നം പരിഹരിക്കാൻ. അങ്ങനെ നൽകുമ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ മുൻഗണന നൽകാൻ ഉദ്ദേശിക്കുന്നത് വൈപ്പിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ, അതിന് മുൻകൈ എടുക്കുക എന്നതാണ്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ യോഗം അടിയന്തരമായി വിളിച്ചു. നിലവിൽ ഏതെല്ലാം പദ്ധതികളാണ് വൈപ്പിന് വേണ്ടി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, തുറന്നുകൊണ്ടിരിക്കുന്നത് ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കണം. അതെല്ലാം മനസ്സിലാക്കി വേണം ഇനി വൈപ്പിൻ്റെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയ പദ്ധതികൾ ഏത് വേണം തുടങ്ങി വെക്കാനെന്നത് അറിയാം. അപ്പം അതിന് ആവശ്യമായ പ്രത്യേകമായ ഊന്നൽ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ ആവശ്യമായിട്ടുണ്ട്. ഒരു കാര്യം വസ്തുതയാണ്, പുതിയ കുടിവെള്ള പദ്ധതി വൈപ്പിലുണ്ടായേ തീരും. ആലുവ പെരിയാറിൽ നിന്നും വെള്ളം എടുത്ത് ശുദ്ധീകരിച്ച് വൈപ്പിനിലേക്ക് പുതിയ സ്രോതസ് ഉണ്ടാകണം. എന്നാൽ മാത്രമേ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകൂ. അതോടൊപ്പം തന്നെ ഇവിടെ പണിത് പൂർത്തിയാക്കിയിട്ടുള്ള വാട്ടർ ടാങ്കുകളിലേക്ക് ശുദ്ധജലം എത്തിക്കാൻ ആവശ്യമായ ശ്രമവും നടന്നു. അതോടൊപ്പം തന്നെ കടൽഭിത്തി എടവനക്കാട് പ്രദേശത്ത് രൂക്ഷമാണ്. 1 മീറ്റർ പോലും കടൽഭിത്തി ആ പ്രദേശങ്ങളിൽ പണിതിട്ടില്ല. അപ്പോൾ കടൽഭിത്തി നിർമ്മിക്കാൻ ആവശ്യമായ പദ്ധതി ഒരുക്കണം. ഓരുവെള്ളമാണ് മറ്റൊരു പ്രശ്നം. ആ ഓരുവെള്ളം കയറുന്നതിന് ആവശ്യമായ ഡ്രഡ്ജിങ്, അത് ഗവൺമെൻറ് പ്രത്യേക പദ്ധതിയായി ഏറ്റെടുക്കാനുള്ള ശ്രമം നടന്നു. വൈപ്പിൻ്റെ റോഡ് നിലവിൽ മുനമ്പം മുതൽ ഗോസുരി ജംഗ്ഷൻ വരെയുള്ള ഒറ്റ റോഡിലാണ്. കഴിഞ്ഞ സമീപ വർഷങ്ങൾ കൊണ്ട് ധാരാളം വാഹനങ്ങൾ വർദ്ധിച്ചു, ജനസാന്ദ്രത വർദ്ധിച്ചു, പക്ഷേ റോഡ് വീതി കൂട്ടിയിട്ടില്ല. അപ്പോൾ സമാന്തരമായ റോഡ് ഇവിടെ പ്രപ്പോസൽസ് ഉണ്ട്. തീരദേശ റോഡും കിഴക്ക് കായലോര റോഡും, അവയും എത്രയും വേഗം പൂർത്തിയാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ തുടങ്ങണം. മുനമ്പം അഴീക്കോട് പാലം വരുന്നതോടുകൂടി വാഹനങ്ങളുടെ കടന്നുവരും കൂടും. അപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ സ്ഥിതി ഗുരുതരമാകും. ഇവയെല്ലാം പരിഹരിക്കുക എന്നതാണ്. കുടിവെള്ളത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടും യാത്രാക്ലേശം പരിഹരിക്കാനും കടൽഭിത്തി നിർമ്മിക്കാനുള്ളതിന് ഒരേ സമയം അതിനാവശ്യമായ പദ്ധതികൾ ഒരുക്കുക എന്നതാണ്. ഏതായാലും നിശ്ചയദാർഢ്യത്തോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഒരു MLA എന്ന നിലയിൽ ഇവയെല്ലാം യാഥാർത്ഥ്യമാക്കാൻ ഞാൻ മുന്നോട്ട് ഉണ്ടാകുമെന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ജനങ്ങളോട് പറയുന്നത്.